ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൊളിറ്റിയുടെ ക്ലാസ്സസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിലെ ചാപ്റ്റർ 2 മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, എം.എൻ. റോയ് 1934 എം.എൻ. റോയ് ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്നുള്ള ഐഡിയ മുന്നോട്ട് വെച്ചത്. എന്നാണ് 1934 എം.എൻ. റോയ് ആണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മുടെ ഇന്ത്യക്ക് വേണം എന്ന് പറഞ്ഞ് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. ആരാണ്? എം.എൻ. റോയ് 1934. ഓർത്തു വെക്കുക, ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഈ ഐഡിയ മുന്നോട്ട് വെച്ചെന്നുള്ള ആ ഒരാളുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും ഓർത്തു വെക്കുക. പിന്നെ അതിനുശേഷം 1935 INC, അതായത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? For the first time officially demanded Constituent Assembly to frame the Constitution of India. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാനായിട്ട് അവരും എന്ത് പറഞ്ഞു? നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഡിമാൻഡ് ചെയ്തു. അപ്പം 1934 എം.എൻ. റോയ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. അതിനുശേഷം 1935 INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് പറഞ്ഞു? അവരും ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തു. അതിനുശേഷം 1938 ജവഹർലാൽ നെഹ്റു ഓൺ ബിഹാഫ് ഓഫ് ദ INC ഡിക്ലെയർഡ്. എന്താണ് ഡിക്ലെയർ ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിം വിത്തൗട്ട് എനി ഔട്ട്സൈഡ് ഇന്റർഫറൻസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ, അതായത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും ഫ്രെയിം ചെയ്യപ്പെടും, അതും വിത്തൗട്ട് എനി ഔട്ട്സൈഡ് ഇന്റർഫറൻസ്. അതായത് പുറത്തുനിന്നുള്ള ഒരു ഇതിലായിരിക്കത്തില്ല, നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ബേസിൽ തന്നെ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും ഫ്രെയിം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴിയായിരിക്കും എന്നും പറഞ്ഞു. എന്താണ് ഈ അഡൽട്ട് ഫ്രാഞ്ചൈസ്? ഫ്രാഞ്ചൈസ് എന്നാണ് വോട്ടവകാശം, അതായത് പ്രായപൂർത്തി വോട്ടവകാശം. ആ ഒരു രീതിയിലായിരിക്കും ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 1934 എം.എൻ. റോയ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. 1935 INC എന്ത് ചെയ്തു? INC ഒഫീഷ്യലി ഡിമാൻഡ് ചെയ്തു, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഒഫീഷ്യലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഡിമാൻഡ് ചെയ്തു. 1938 അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പായിട്ടും ഫ്രെയിം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ ഓഗസ്റ്റ് ഓഫർ ഓഫ് 1940, 1940 കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഓഗസ്റ്റ് ഓഫർ എന്ന് നോക്കാം. ദ ഡിമാൻഡ് ഫൈനലി അക്സെപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ് നോൺ as ഓഗസ്റ്റ് ഓഫർ ഓഫ് 1914. അതായത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തായിരുന്നു. ആ ഡിമാൻഡ് ആര് അക്സെപ്റ്റ് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു. ഈ അക്സെപ്റ്റ് ചെയ്തതിനെയാണ് എന്തെന്ന് പറയുന്നത്, എന്തെന്ന് അറിയപ്പെടുന്നത്? ഓഗസ്റ്റ് ഓഫർ ഓഫ് 1914 എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ ഓഗസ്റ്റ് ഡിക്ലറേഷനെ ഞാൻ എന്തെന്ന് പറഞ്ഞു? ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്താണ്? അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 നമ്മൾ ഈ ഓഗസ്റ്റ് ഡിക്ലറേഷൻ പഠിക്കുന്നത്. ഓൺ ഓഗസ്റ്റ് 20, 1947, അതായത് ഓഗസ്റ്റ് 20 1947 എന്നാണ് ഞാൻ പറഞ്ഞത്. ഓഗസ്റ്റ് 20, 1970, ഓഗസ്റ്റ് 20, 1917 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തെന്ന് പറഞ്ഞു? അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. ഇതാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് ഓഫർ 1914 ഇനി ഓഗസ്റ്റ് ഡിക്ലറേഷൻ വരുന്നത് 1917. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്നുള്ള ആ ഒരു ഡിമാൻഡ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തതിനെയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു, അതായത് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. അതാണ് എന്ത്? ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോവരുത്, ഓർത്ത് വെക്കുക. ഡേറ്റ് ഓർത്ത് വെക്കുക. ഓഗസ്റ്റ് ഓഫർ 1940. ഇനി ഓഗസ്റ്റ് ഡിക്ലറേഷൻ നടന്നത് എന്താണ്? അത് 1917 ഓഗസ്റ്റ് 20. അതിനൊരു പെർട്ടിക്കുലർ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം പഠിക്കാം. 1942 സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, എ മെമ്പർ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ, കെയിം ടു ഇന്ത്യ. അതായത് ഒരു ക്യാബിനറ്റ് മിഷനിലെ മെമ്പറായ സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വന്നു. പുള്ളി വന്നത് എന്തിനാണ്? വിത്ത് ഡ്രാഫ്റ്റ് പ്രപ്പോസൽ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ദ ഫ്രെയിമിംഗ് ഓഫ് എൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ടാണ് ആര്? സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് ഈ ഡ്രാഫ്റ്റ് പ്രപ്പോസലിനെ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. കാരണം അവർക്ക് എന്ത് വേണമായിരുന്നു? രണ്ട് ഇൻഡിപെൻഡന്റ്, അതായത് ഇന്ത്യനെ രണ്ട് ഇൻഡിപെൻഡന്റ് ഡൊമൈൻ ആയിട്ട് മാറ്റണമായിരുന്നു. അതുപോലെ എന്ത് വേണമായിരുന്നു? ഒരു സെപ്പറേറ്റ്
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൂടി വേണമായിരുന്നു. അതായത് 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം? മുസ്ലിം ലീഗിന്റെ ആഗ്രഹം. പക്ഷെ എന്താണ്, അതിനുശേഷം ഈ ക്യാബിനറ്റ് മിഷൻ വേറൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. പക്ഷെ എന്ത് ചെയ്തു, അവര് എന്ത് ചെയ്തു, ഈ 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്നുള്ള കാര്യം അവരും റിജക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ 1942 സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വന്നു. എന്തുമായിട്ടാണ് വന്നത്? ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ടാണ് വന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അത്? അതായത് നമുക്കൊരു ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലുമായിട്ടാണ് സർ സ്റ്റെഫോർഡ് ക്രിപ്സ് 1942 ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷേ ഈ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസലിനെ ആര് റിജക്ട് ചെയ്തു? മുസ്ലിം ലീഗ് റിജക്ട് ചെയ്തു. മുസ്ലിം ലീഗിന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? ഇന്ത്യനെ 2 ഇൻഡിപെൻഡന്റ് ഡൊമെയിൻ ആക്കണമായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ക്യാബിനറ്റ് മിഷൻ വേറൊരു പ്ലാൻ മുന്നോട്ട് വെച്ചു. പിന്നെ അവരെന്ത് റിജക്ട് ചെയ്തു? ഈ മുസ്ലിം ലീഗിന്റെ 2 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്നുള്ള ആശയം ഈ ക്യാബിനറ്റ് മിഷനും റിജക്ട് ചെയ്തു. അതപ്പോ അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ എന്ന് നമുക്ക് നോക്കാം. ദി ക്യാബിനറ്റ് മിഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 3 മെമ്പേഴ്സ്, ഒരു 3 മെമ്പറുള്ള എന്താണ് 3 മെമ്പേഴ്സ് ആയിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ. ഇവർ 3 പേരുമായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ വന്നതെന്നാണ്? മാർച്ച് 24, 1946 ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം അവരുടെ പ്ലാൻ എന്തെന്ന് അറിയപ്പെടുന്നത്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് പബ്ലിഷ് ചെയ്തത് എന്നാണ്? മെയ് 16, 1946. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് അതിൽ 3 പേരാണെന്ന് ഉണ്ടായിരുന്നത്. ലോർഡ് പെത്തിക് ലോറൻസ്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആൻഡ് എ വി അലക്സാണ്ടർ. അവർ ഇന്ത്യയിൽ വന്നതെന്നാണ്? മാർച്ച് 24, 1946 അവർ ഇന്ത്യയിലേക്ക് വന്നത്. പിന്നെ ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ പബ്ലിഷ് ചെയ്തതെന്നാണ്? മെയ് 16, 1946. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. പിന്നെ നമുക്കിടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ് നിലവിൽ വന്നത്? 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതമായത്. എന്നിട്ട് എന്തിന്റെ ബേസിലാണ് ഇത് രൂപീകൃതമായത്? അണ്ടർ ദ സ്കീം ഫോർമുലേറ്റഡ് ബൈ ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കൊണ്ടുവന്ന സ്കീമിന്റെ ബേസിലാണ് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകൃതം ആയത്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 26. പറഞ്ഞു പോയിരുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പറഞ്ഞാണ്, ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ കുറെ ഫീച്ചേഴ്സ് പഠിക്കാം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. അതായത് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ടു ബി 389. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണമായിരുന്നു? 389 ആയിരുന്നു. ഓഫ് ദീസ്, അതില് 296 സീറ്റ്സ് അലോട്ടഡ് ടു ദ ബ്രിട്ടീഷ് ഇന്ത്യ. 296 സീറ്റ്സ് ആർക്കുള്ളതായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യക്കുള്ളതായിരുന്നു. ആൻഡ് 93 സീറ്റ്സ് ടു ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. 93 സീറ്റ്സ് ആർക്കുള്ളതായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഉള്ളതായിരുന്നു. അപ്പം ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആയിരുന്നു. അതിൽ 296 സീറ്റ്സ് ആർക്കുള്ളതായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യക്കുള്ളതായിരുന്നു. 93 സീറ്റ്സ് ആർക്കുള്ളതായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഉള്ളതായിരുന്നു. പിന്നെ വരുന്ന ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കുള്ള 296 സീറ്റ്സില് 292 എണ്ണം ആർക്കുള്ളതായിരുന്നു? 11 ഗവർണേഴ്സ് പ്രോവിൻസസിനായിരുന്നു. 4 എണ്ണം എവിടെ നിന്നുള്ളതായിരുന്നു? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസിനായിരുന്നു. അതായത് ഒരു 4 ചീഫ് കമ്മീഷണറുടെ പ്രോവിൻസസ് ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ളവർക്കായിരുന്നു ഏത്? ഈ 4 സീറ്റ് കൊടുത്തിരുന്നത്. 296, അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോട്ട് ചെയ്തിരുന്ന 296 സീറ്റുകളിൽ 292 എണ്ണം 11 ഗവർണേഴ്സ് പ്രോവിൻസസ്, 11 ഗവർണേഴ്സിന്റെ പ്രോവിൻസസ് ഉണ്ടായിരുന്നു, അവിടെ നിന്നുള്ളവർക്കായിരുന്നു. പിന്നെയുള്ള 4 എണ്ണം ആർക്കുള്ളതായിരുന്നു? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസിന് വേണ്ടിയിട്ട് ഉള്ളത് ആയിരുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, ഈച്ച് പ്രോവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ ടു ബി അലോട്ടഡ് സീറ്റ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ. അതായത് പ്രോവിൻസസിനും പ്രിൻസ്ലി സ്റ്റേറ്റ്സിനും ഒക്കെ സീറ്റ്സ് അലോട്ട് ചെയ്ത് കിട്ടിയത് എങ്ങനെയാണ്? അവരുടെ റെസ്പെക്റ്റീവ് പോപ്പുലേഷന്റെ പ്രപ്പോർഷനിലാണ്. ഓക്കെ, റെസ്പെക്റ്റീവ് പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും സീറ്റ്സ് അലോട്ട് ചെയ്ത് കിട്ടിയത്. അതായത് സിംഗിൾ ട്രാൻസ്ഫറബിൾ 1 മില്യൺ പോപ്പുലേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 seat was to be allotted for every 1 million population. അതായത് എവറി മില്യൺ പോപ്പുലേഷൻ. ഓക്കെ, ഒരു സീറ്റ് ഒരു മില്യൺ പോപ്പുലേഷൻ, അങ്ങനെയായിരുന്നു എന്ത് സീറ്റ് അലോട്ട് ചെയ്ത് കിട്ടിയിരുന്നത്. ഈച്ച് പ്രോവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെയർ ടു ബി അലോട്ടഡ് സീറ്റ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ. ഓരോ പ്രോവിൻസസിനായിക്കോട്ടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനായിക്കോട്ടെ സീറ്റ്സ് എങ്ങനെയാണ് അലോട്ട് ചെയ്ത് കിട്ടിയിരുന്നത്? അവരുടെ റെസ്പെക്റ്റീവ് പോപ്പുലേഷന്റെ പ്രപ്പോർഷനിലായിരുന്നു അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്.
1 seat for 1 million population. മില്യൺ പോപ്പുലേഷൻ. ഓക്കെ, അതായിരുന്നു എന്ത് അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി സീറ്റ്സ് അലോട്ടഡ് ടു ഈച്ച് ബ്രിട്ടീഷ് പ്രോവിൻസസ് വേർ ടു ബി ഡിവൈഡഡ് അമംഗ് 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ്. അതായത് ബ്രിട്ടീഷ് പ്രോവിൻസസിൽ കൊടുത്ത സീറ്റ്സിന് അലോട്ട് ചെയ്തിരുന്നതിനെ 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. എന്തൊക്കെയായിരുന്നത്? മുസ്ലിം, സിഖ്സ് ആൻഡ് ജനറൽ. ഈ മുസ്ലിംസും സിഖ്സും ജനറൽ, അങ്ങനെ 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. ഓൾ എക്സെപ്റ്റ് മുസ്ലിംസ് ആൻഡ് സിഖ്സിനെയാണ് എന്ത് ജനറൽ എന്ന് പറയുന്നത്. ജനറലിനകത്ത് വരുന്ന ആരാണ്? മുസ്ലിംസും സിഖ്സും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഈ ജനറൽ എന്ന കാറ്റഗറിയിൽ വരുന്നത്. അതും എങ്ങനെയായിരുന്നു അവർക്ക് സീറ്റ് കൊടുത്തത്? ഇൻ പ്രപ്പോർഷൻ ടു ദയർ പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ പ്രപ്പോർഷനിലായിരുന്നു സീറ്റ് അലോട്ട് ചെയ്തിരുന്നത്. പിന്നെ എന്താണ്? ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി വേ ടു ബി എലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. ഈ റെപ്രസെന്റേറ്റീവ്സ്, അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലെ റെപ്രസെന്റേറ്റീവിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? അതേ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണ് ഓരോ കമ്മ്യൂണിറ്റിയിലെയും റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർ ടു ബി നോമിനേറ്റഡ് ബൈ ദ ഹെഡ്സ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹെഡ്സ് ഓഫ് പ്രിൻസ്ലി, ഓക്കെ, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ്സ് ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ആരാണോ ചുമതലയുള്ളത് അയാളാണ് ഈ റെപ്രസെന്റേറ്റീവിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ടു ബി 389. അതായത് ടോട്ടൽ സ്ട്രെങ്ത് എത്ര ആവുള്ളൂ? 389 ആവണം. അതിൽ 296 എന്ന് പറയുന്ന 296 സീറ്റ്സ് ആർക്ക് അലോട്ട് ചെയ്തതാണ്? ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോട്ട് ചെയ്തതാണ്. 93 സീറ്റ്സ് ആർക്ക് അലോട്ട് ചെയ്തതാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഉള്ളതാണ്. ഈ ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോട്ട് ചെയ്ത 296 സീറ്റ്സിൽ 292 ആർക്കുള്ളതാണ്? 11 ഗവർണേഴ്സ് പ്രോവിൻസസിൽ നിന്നുള്ളതാണ്. 4 എവിടുന്നാണ്? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രോവിൻസസിൽ നിന്ന് ഉള്ളതാണ്. പിന്നെ ഈച്ച് പ്രോവിൻസസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർ ടു ബി അലോട്ടഡ് സീറ്റ്സ് ഇൻ പ്രപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ. പ്രോവിൻസസിനായിക്കോട്ടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനായിക്കോട്ടെ സീറ്റ്സ് അലോട്ട് ചെയ്തത് എങ്ങനെയാണ്? അവരുടെ റെസ്പെക്റ്റീവ് പോപ്പുലേഷന്റെ പ്രപ്പോർഷനിലാണ് സീറ്റ്സ് അലോട്ട് ചെയ്തിരുന്നത്. 1 സീറ്റ് ഫോർ മില്യൺ പോപ്പുലേഷൻ, അതായിരുന്നു ആ ഒരു പ്രപ്പോർഷൻ വരുന്നത്. പിന്നെ സീറ്റ്സ് അലോട്ടഡ് ടു ഈച്ച് ബ്രിട്ടീഷ് പ്രോവിൻസസ് വേ ടു ബി ഡിവൈഡഡ് അമംഗ് 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ്. ബ്രിട്ടീഷ് പ്രോവിൻസസിന് സീറ്റ് അലോട്ട് ചെയ്തിരുന്നത് അവിടെ എന്ത് ചെയ്തു? 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? മുസ്ലിം, സിഖ്സ് ആൻഡ് ജനറൽ. എന്നിട്ട് അവർക്കും സീറ്റ് അലോട്ട് ചെയ്തത് എങ്ങനെയാണ്? പ്രപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ബേസിൽ തന്നെയായിരുന്നു അവർക്കും, പോപ്പുലേഷന്റെ പ്രപ്പോർഷനിലായിരുന്നു അവർക്കും എന്ത് ചെയ്തിരുന്നത്? സീറ്റ്സ് അലോട്ട് ചെയ്തിരുന്നത്. ഈ ജനറൽ വരുന്ന ആരാണ്? ഈ മുസ്ലിംസും സിഖ്സും അല്ലാത്ത ബാക്കി എല്ലാ കാറ്റഗറി ആളുകളുമാണ് ഈ ജനറൽ എന്ന കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ അടുത്ത ഫീച്ചർ ആണ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഈച്ച് കമ്മ്യൂണിറ്റി വേർ ടു ബി എലക്ടഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. എല്ലാ കമ്മ്യൂണിറ്റിയിലെയും റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണ് റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? അവിടെ റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെഡ്സ് ഓഫ് ദി പ്രിൻസ്ലി സ്റ്റേറ്റ്. പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഹെഡാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ റെപ്രസെന്റേറ്റീവ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു ഫുള്ളി എലക്ടഡ് ബോഡി അല്ലായിരുന്നു, ഫുള്ളി നോമിനേറ്റഡ് ബോഡി അല്ലായിരുന്നു. The election to the Constituent Assembly were held in July-August 1946. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള എലക്ഷൻസ് എന്നാണ് നടന്നത്? അത് 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നടന്നത്. ഇതില് INC എത്ര സീറ്റ്സ് വോൺ ചെയ്തു? 208 സീറ്റ്സ് ആണ്. ഇനി മുസ്ലിം ലീഗിന് 73 സീറ്റ്സ് കിട്ടി. അതുപോലെ സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിപെൻഡൻസ് എത്ര കിട്ടി? 15 സീറ്റ്സ് അവർക്ക് കിട്ടി. INCക്ക് 208 സീറ്റ്സ് കിട്ടി. മുസ്ലിം ലീഗിന് 73 സീറ്റ്സ് കിട്ടി. സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിപെൻഡൻസിന് എത്ര കിട്ടി? 15 സീറ്റ്സും കിട്ടി. പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ 93 സീറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്താണ്? അവരെന്ത് ചെയ്തു? ഇതിന്ന് സ്റ്റേ അവേ, അതായത് മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് അവിടെ ആ ഒരു സീറ്റ്സ് ഒന്നും ഫിൽ ആയിട്ടില്ല. അസംബ്ലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാ സെക്ഷൻസ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസ് ഓഫ് പീപ്പിളും അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട വ്യക്തി മാത്രം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമല്ലായിരുന്നു. അതാരായിരുന്നു? മഹാത്മാഗാന്ധി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഒരു മെമ്പർ അല്ലായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്? പാർട്ടിലി എലക്ടഡ് ആൻഡ് പാർഷ്യലി നോമിനേറ്റഡ് ബോഡിയാണ്.
ദ ഇലക്ഷൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് നടന്നതെന്നാണ് 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതിൽ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 208 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗിന് 73 സീറ്റ് കിട്ടി. ആൻഡ് സ്മോൾ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിപെൻഡൻസിന് എത്ര സീറ്റ് കിട്ടി? 15 സീറ്റും കിട്ടി. പ്രിൻസിലി സ്റ്റേറ്റ്സ് ഈ ഒരു ഇലക്ഷനിൽ നിന്ന് മാറി നിന്നു. സോ അതുകൊണ്ട് എന്താണ്, അവരുടെ ആ സീറ്റ്സ് ഒന്നും ഫില്ലായില്ല. പിന്നെ ഏതാണ്, എല്ലാ സെക്ഷൻസ് ഓഫ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസ് ഓഫ് പീപ്പിളും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധി എന്തായിരുന്നു? നമ്മുടെ അസംബ്ലി മെമ്പർ അല്ലായിരുന്നു. ബാക്കിയുള്ള ഒരുമാതിരി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എവിടെ ഉണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മഹാത്മാഗാന്ധി മാത്രം എന്തായാലായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു മെമ്പർ അല്ലായിരുന്നു. ഇനി വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. The Constituent Assembly held its first meeting on December 9, 1946. Constituent Assembly അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് എന്നാണ്? December 9, 1946. ഓർത്തുക, ഡേറ്റ് മറന്നു പോകരുത്. 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് എത്ര പേരായിരുന്നു? 211 മെമ്പേഴ്സ് ആയിരുന്നു ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ആരെയാണ് സെലക്ട് ചെയ്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്താക്കി? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് 2 വൈസ് പ്രസിഡന്റ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? VT കൃഷ്ണമാചാരി ആൻഡ് HC മുഖർജി. ഓക്കെ, ഓർത്തു വെക്കുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ഒരു വൈസ് പ്രസിഡന്റ് അല്ല ഉണ്ടായിരുന്നത്, 2 വൈസ് പ്രസിഡന്റ്സ് ഉണ്ടായിരുന്നു. VT കൃഷ്ണമാചാരി, HC മുഖർജി. ഈ ചാപ്റ്റർ പഠിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം എന്താ പറയാ, കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് ഡേറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണമെന്നേ ഉള്ളൂ. എന്നാലും എന്താണ്, കൂടുതലും പലരുടെയും പേരുകളൊക്കെയാണ് വരുന്നത്. അപ്പം ഓർത്തു വെക്കാൻ കുറച്ച് എളുപ്പമാണ്. ഇതിന്റെയൊക്കെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ മാത്രം, പൊളിറ്റിയുടെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനും നോട്ട്സ് അവൈലബിൾ ആണ്. അത് വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നോട്ട്സ് ഞാൻ തരാം. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതി. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. പിന്നെ ഗൈഡൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫസ്റ്റ് മീറ്റിംഗ് നടന്നതാണ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നതാണ് ഡിസംബർ 9, 1946. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് 211 മെമ്പേഴ്സ് ആയിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ടെമ്പററി പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആരായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് 2 വൈസ് പ്രസിഡന്റ്സ് ഉണ്ടായിരുന്നു. അത് ആരൊക്കെയായിരുന്നു? VT കൃഷ്ണമാചാരി ആൻഡ് HC മുഖർജി. ഓക്കെ, ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഡിസംബർ 13, 1946 ആണ് ജവഹർലാൽ നെഹ്റു ദ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്. ഓക്കെ, എന്നാണ് ജവഹർലാൽ നെഹ്റു ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തത്? ഡിസംബർ 13, 1946. ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഡിസംബർ 13, 1946. അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു? ഫണ്ടമെന്റൽസ് ആൻഡ് ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. അതിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു എന്ത്? നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ജനുവരി 22, 1947 എന്തായി? ഈ റെസൊല്യൂഷൻ, നമ്മുടെ ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തു. ഇപ്പൊ 2 ഡേറ്റുകളാണ് ഇതിൽ ഓർത്തു വെക്കാനുള്ളത്. ഡിസംബർ 13, 1946 ജവഹർലാൽ നെഹ്റു ഹിസ്റ്റോറിക് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തു. ഇനി ജനുവരി 22, 1947, ഒരു വർഷത്തിന് ശേഷം, ഓക്കെ, ഒരു വർഷം ടൈം ഡിഫറൻസ് വരുന്നില്ല, പക്ഷെ 46, 47 അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡിസംബർ 13, 1947 ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തു. അതിനുശേഷം ജനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അഡോപ്റ്റ് ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ പ്രിയാമ്പിൾ ആണ് എന്ത്? അന്നത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇറ്റ്സ് മോഡിഫൈഡ് വേർഷൻ ഫോംസ് ദ പ്രിയാമ്പിൾ ഓഫ് ദ പ്രസന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്നത്തെ പ്രിയാമ്പിൾ ആണ് എന്ത്? അന്നത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓർത്തിരിക്കാനായിട്ട്. ഇനി അടുത്തതാണ് അതർ ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അതർ ഫംഗ്ഷൻസ്, അവർ പെർഫോം ചെയ്ത അതർ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് റാറ്റിഫൈഡ് ദ ഇന്ത്യാസ് മെമ്പർഷിപ്പ് ഇൻ കോമൺവെൽത്ത്. അതായത് ഇൻ മെയ് 1949 എന്ത് ചെയ്തു? കോമൺവെൽത്തിൽ ഇന്ത്യയുടെ മെമ്പർഷിപ്പ് അവര് ഇന്ത്യനെ ഒരു മെമ്പറാക്കി. ഓക്കെ, ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ഓൺ ജൂലൈ 22, 1947. ഇതൊക്കെ എന്ത് ചെയ്യുക? ഡേറ്റ് ഓർത്ത് വെക്കുക. നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ആരാണ്?
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് നാഷണൽ ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്തത്. എന്നാണ്? ജൂലൈ 22, 1947. അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നടത്തിയ അടുത്ത ഫംഗ്ഷൻ ആണ് ഏത്? ഇറ്റ് അഡോപ്റ്റഡ് നാഷണൽ ആന്തം ഓൺ ജനുവരി 24, 1950. ജനുവരി 24, 1950 എന്ത് ചെയ്തു? നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തു. ഏതാണ് നാഷണൽ ആന്തം? ജനഗണമന. ഓക്കെ. ഇറ്റ് അഡോപ്റ്റഡ് ദ നാഷണൽ സോങ് ഓൺ ജനുവരി 24, 1950. അതുപോലെ തന്നെ നാഷണൽ സോങ്ങും എന്ത് ചെയ്തു? ജനുവരി 24, 1950 അഡോപ്റ്റ് ചെയ്തു. ഏതാണ് നാഷണൽ സോങ്? വന്ദേ മാതരം. ഓക്കെ. അത് എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി പിന്നെ ഏതാണ്? ഇറ്റ് എലക്ടഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് as the first president of India on January 24, 1950. ഈ നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തതും നമ്മുടെ നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് തെരഞ്ഞെടുത്തത് എന്നാണ്? ജനുവരി 24, 1950 ആണ്. ഈ 3 ഫംഗ്ഷൻസും ചെയ്തത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ്. അതുകൂടാതെ അവർ ചെയ്ത ബാക്കി 2 ഫംഗ്ഷൻസ് ഏതാണ്? കോമൺവെൽത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് കൊണ്ടുവന്നു. പിന്നെ എന്താണ്? നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. അപ്പൊ ഡേറ്റ് ഓർത്ത് വെക്കുക. കോമൺവെൽത്തിൽ ചേർന്നത് എന്താണ്? മെയ് 1949. ഇനി നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? ജൂലൈ 22, 1947. ഇനി നാഷണൽ ആന്തം അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? ജനുവരി 24, 1950. പിന്നെ നാഷണൽ സോങ് അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? സെയിം ഡേറ്റിൽ തന്നെയാണ്, ജനുവരി 24, 1950. പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് എലക്ട് ചെയ്തത് എന്നാണ്? അതും ജനുവരി 24, 1950. ഇത്രയും ഫംഗ്ഷൻസ് ആണ് ഏത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പെർഫോം ചെയ്തത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് ബാക്കി വരുന്നത് എന്താണ്? കമ്മിറ്റീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കമ്മിറ്റീസ്, മേജർ കമ്മിറ്റീസ് ഉണ്ട്, മൈനർ കമ്മിറ്റീസ് ഉണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസ് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സോ ഗൈഡൻസോ വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വേണ്ട, വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എന്ത് ചെയ്യുക? എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്.